പ്രമുഖ, ഈ അവസരം നമ്മൾ പാഴാക്കരുത്. എല്ലാം ഇതോടുകൂടി തീരണം. ആദി, അപ്പം ഞാൻ ആദ്യം പോകട്ടുമാ? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജ്യമാണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പിള്ളേർത്തിരുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ഞങ്ങളുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ തുല്യമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പപ്പ കഴിച്ചാലോ? പപ്പ കഴിച്ചാലോ? ഇന്നിനി വേണ്ട, എന്തോ മനസ്സ് ശരിയല്ല. നീ കഴിച്ചിട്ട് കിടന്നു. എങ്കിൽ പപ്പ കിടന്നു നോക്കി. കിടത്തു കേട്ടോ. ആകാശവാണി. അമ്മേ 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 ഹലോ. പിന്നെ എടുക്കോ? എങ്കി വാ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ആരാ? ഏൻ പേര് അറുമുഖൻ. ട്രെയിൻ മിസ്സായിച്ച്. ഇനി 4 മണിക്ക് താ ട്രെയിൻ. അതിനെന്താ ഇങ്ങോട്ട്? എനിക്ക് പത്രോസേനെ തെരിയും. ഞാൻ കൊഞ്ചം ഉള്ള വരട്ടുമാ? കയറി വരാൻ പറ. டே தம்பி, கொஞ்சம் தண்ணி கொடு. ആരാതി? இப்பதான் ஆரம்பிச்சிருக்க சொல்றேன். சத்தம் போட இருந்தா உன் மகனை காப்பாத்திரலாம். ഹലോ. ആ പറ. നിനക്കെന്താ വേണ്ടത്? எனக்கு வேண்டது கொடுப்பேன், உன்னால முடியாது. எனக்கு வேண்டது கொடுப்பா, உன்னால முடியுமா? ശരി, എങ്കിൽ ഞാൻ നോക്കിയിട്ട് വരാം. കിടച്ച് അതിങ്ങനെ ഞാൻ മുക്കിക്കൊല്ലാം.
வேண்டா, சின்ன வயசுல இந்த மாதிரி கெணியை வச்சு நிறைய இலையை பிடிச்சிருக்கு. ஊர்ல ஒரு பாம்பாட்டி இருக்கு, இந்த மாதிரி இலையை பிடிச்சு கொடுத்தா 1 ரூபா கிடைக்கும். வந்துட்டேன் பாம்பு. എല്ലാവരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ? പോയിരുന്നേ. പ്രതികാരം, അതാണ് ശരി. നാനിരുത്തട്ടുമാ. ചിലപ്പോൾ നിങ്ങൾക്ക് ആളും അറിയതായിരിക്കും. അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, അല്ലേ അപ്പ? ആണോ പപ്പ? ആരെയും ദ്രോഹിച്ചിട്ടില്ലേ? നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഈ രാത്രി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വന്നിരിക്കുന്നു തോന്നുന്നുണ്ടോ? ആര് ദ്രോഹിച്ചു? ഞാനും എൻ്റെ പപ്പ ഒന്നും ചെയ്തിട്ടില്ല. അഗസ്ത്യ, നിനക്കിവിടെ ഇരിക്കുന്ന ആരെയും അറിയില്ല, സ്വന്തം തന്തയെ പോലും. നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഒരു ഗെയിം സിമ്പിളാണ്. നമ്മൾ നമ്മളടുത്തിരിക്കുന്ന ആളെ പരിചയപ്പെടുത്തണം. പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് മറ്റുള്ളയാളിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും തിരുത്താൻ മറ്റേയാൾ കൂട്ടാക്കിയില്ലെങ്കിൽ ശിക്ഷയുണ്ട്. അറുമുഖ, തുടങ്ങാം. ആദ്യം ഞാൻ. ഒരു പാവം തമിഴൻ, ജീവിക്കാൻ വേണ്ടി പലതും അനുഭവിച്ചിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പെങ്ങളുണ്ടായിരുന്നു, മീനാക്ഷി. അവളിന്നില്ല. അറുമുഖൻ ഇവിടെ വന്നത് കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങളെ. அகஸ்தியன், உனக்கு 19 வயசு. இவனுக்கு ஒன்றும் தெரியாது. உன் அம்மா இறந்துட்டேன். இவனுக்கு ஒரு காதலி இருக்கு, ஆனா தம்மு பிடிப்பேன். കള്ളം, ഞാൻ വലിക്കില്ല. 1 മാസമായി ഉന്നെ ഫോളോ പண்ற. റൂൾ ഒരിക്കൽ കൂടി പറയാം. കള്ളമാണെങ്കിൽ മാത്രം എഴുന്നേൽക്കുക. വേണ്ടടുമാ. വേണ്ട വേണ്ട. ട്രയൽ. അഗസ്ത്യ, ഇനി നീ. ഞാനെന്ത് പറയാം? എൻ്റെ പപ്പയെക്കുറിച്ച് എനിക്കറിയാം. ഒരു കാര്യം ഒരു വട്ടം പറയും. ഇതെൻ്റെ പപ്പ, പേര് പത്രോസ്. എന്നെ വലിയ ഇഷ്ടമാണ്. ഞങ്ങളുടെ മമ്മി മരിച്ചു. പപ്പ പണ്ട് ലോറി ഡ്രൈവറായിരുന്നു. സത്യമല്ലേ? അല്ല, ഞാൻ ലോറി ഡ്രൈവറല്ല. ഒരു ലോറി ആക്സിഡൻ്റ് ആയിരുന്നു എൻ്റെ അമ്മയും പപ്പയുടെ കാലും പോയത്, തെങ്കാശി വെച്ച്. അല്ല അല്ല, എന്ത് പറഞ്ഞാലും അല്ല അല്ല. പിന്നെ പപ്പ ആരാ? എങ്ങനെ എൻ്റെ മമ്മി മരിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, നിനക്കിവിടെ ഇരിക്കുന്ന ആരെയും അറിയില്ല. ആരെയും. നിങ്ങളൊക്കെ ആരാ? പപ്പ ആരാ? എങ്ങനെ എൻ്റെ മമ്മി മരിച്ചേ? നീ ചോദിച്ചതിന് ഉത്തരം ഞാൻ തരാം. എല്ലാം. പത്രോസ്, ഗ്രനേഡ് പത്രോസ്. കണ്ണൂരിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. നിന്റെ തന്തയ്ക്കൊരു കൈത്തൊഴിലറിയാം, ഗ്രനേഡ് ഉണ്ടാക്കാൻ. നല്ല നാടൻ തോട്ട. കുറെ ഉണ്ടാക്കിയിട്ടുമുണ്ട്, പൊട്ടിച്ചിട്ടുമുണ്ട്. സത്യമാണോ പപ്പ? കുറെ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. അതിലൊരു ബോംബ് കൊണ്ടാണ് ഈ അറുമുഖന്റെ കുടുംബം ഇല്ലാതാക്കിയത്. അത് നിനക്ക് ഓർമ്മയുണ്ടോ? ഉള്ളതാണോ ഇതെല്ലാം? അതിലൊരു ബോംബ് കൊണ്ടാണ് നീ എന്റെ കുടുംബം നശിപ്പിച്ചത്. ഓർക്കുന്നുണ്ടോ? പറ, നിങ്ങളിനി എൻ്റെ മമ്മയെ ബോംബ് എറിഞ്ഞു കൊന്നതാണോ? മോനെ, ബോംബ് പൊട്ടിക്കാൻ ആരെക്കൊണ്ടും പറ്റും. പക്ഷെ ബോംബ് ഉണ്ടാക്കാൻ ധൈര്യം വേണം, ഭാഗ്യവും.
നിന്നെ കൊല്ലാൻ തന്നെയാണ് ഞങ്ങൾ വന്നത്. എൻ്റെ ആവശ്യം കഴിഞ്ഞ ശേഷം പണ്ടത്തെ കോറി മുതലാളിമാരും ഇന്നും അവിടെയുണ്ട്. വർഷം കുറേയായി ഞാൻ നിന്നെ തേടി നടക്കുന്നു. എൻ്റെ അച്ഛൻ മരിച്ചതുപോലെ അവരും മരിക്കണം. അതിന് നീ ഒരു ബോംബ് ഉണ്ടാക്കണം. നിങ്ങളുടെ പണി അതല്ലേ, ഉണ്ടാക്കി കൊടുത്തേക്ക്. മോനെ, ബോംബുണ്ടാക്കി കഴിഞ്ഞ് തന്നെ കൊന്നിട്ട് പോകാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ സത്യം പറഞ്ഞപ്പോൾ തൻ്റെ മകൻ പോലും തന്നെ വെറുത്തില്ലേ. അതിൽ പരം ഒരു ശിക്ഷ കിട്ടാനില്ല തനിക്ക്. ഇതിനൊരു പോംവഴി ഉണ്ടാകണമെങ്കിൽ അയാൾ വരണം. ആര്? പത്രോസ്, ഗ്രനേഡ് പത്രോസ്. താൻ പോയി പത്രോസിനെ കണ്ട് സംസാരിക്കണം. ഞങ്ങൾ പണിക്കാരെടുത്ത് പോയിട്ട് വരാം.